ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററിലെ തിയറി ഭാഗങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിലെ തിയറിയായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും നിർബന്ധമായും കാണണം. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിരന്തരം ചോദിക്കുന്നത് ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പാഠത്തിലെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങൾ. അതായത് അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കോൺസെപ്റ്റുകൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇത് എസ്എ ക്വസ്റ്റൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ഓരോന്നും സെപ്പറേറ്റഡ് ആയിട്ട് എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഗ്യാപ്പ് എന്ന് പറയുന്ന ആ സംഗതി ഓർമ്മിച്ച് വെക്കണം. കൃത്യമായിട്ട് അതിലുള്ള ഓരോ പോയിന്റ് നമ്മൾ പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ 4 പ്രധാന ഹെഡിങ്ങുകളാണുള്ളത്. ഈ 4 ഹെഡിങ്ങുകളിലും ഓരോരോ സബ് ഹെഡിങ് ആയിട്ട് ഓരോരോ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഹെഡിങ് ആണ് അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ്. രണ്ടാമത്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ്. മൂന്നാമത്തതാണ് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്. നാലാമത്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതിൽ ഒന്നാമത്തതിലെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തെ എല്ലായിടത്തും അക്കൗണ്ടിങ് ഒരുപോലെ സ്വീകാര്യമാണ്. ഇവിടെയൊക്കെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റണ്ണിങ്ങിന്, മൂവ്മെന്റിന് ഇത്തരം കോൺസെപ്റ്റുകൾ, ഇത്തരം റൂൾസുകൾ, ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള ചിന്താഗതികൾ നമുക്ക് പാലിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അത്തരം കോൺസെപ്റ്റുകളെയാണ്, ചിന്താഗതികളെയാണ്, റൂൾസിനെയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് എസ്എ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഏരിയയിലുള്ള അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുക. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്ന സംഗതി എന്താണ്? എൻറ്റിറ്റി മീൻസ് എന്ന് പറയുന്നത് വ്യക്തിത്വം, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അസ്തിത്വം, ഒരു പേഴ്സണാലിറ്റി എന്നൊക്കെയാണ്. ഇവിടെ വ്യത്യസ്തമാണ് രണ്ടുപേരും. ആര് രണ്ട്? ഏത് രണ്ട്? ഒരു ബിസിനസിന്റെ ഓണറും ആ ബിസിനസ്സും തമ്മിൽ 2 സെപ്പറേറ്റഡ് പേഴ്സൺസ് ആണ് എന്നാണ് ഈ കോൺസെപ്റ്റിന്റെ മീനിങ്. അതായത് ഇത് പലപ്പോഴും പല ആളുകളും മറന്നുപോകും. ഈ ഒരു സംഗതി മറന്നുപോയി കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഡീലിങ്സ് കംപ്ലീറ്റ് തെറ്റിപ്പോകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക? കേൾക്കുന്ന ഒരാൾ, ഇയാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ്സിലേക്ക് ഇത്ര പൈസ ഇറക്കി, അപ്പോൾ എൻ്റെ പൈസ ഇത്ര പോയി, എനിക്ക് പൈസ ഇത്ര കിട്ടി, ഈ തരത്തിലാണ് ചിന്തിക്കുക നോർമലി അക്കൗണ്ടിങ് പഠിക്കാത്ത ഒരാൾ. പക്ഷെ നമ്മൾ +1 കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഇങ്ങനെയല്ല അതിൻ്റെ രീതി എന്നുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാ അതിൻ്റെ രീതി? ഞാൻ ബിസിനസ്സിലേക്ക് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ലോൺ ഗിവൺ ആണ്, ഒരു ലോൺ നൽകുകയാണ്. ആർക്ക്? ബിസിനസ്സിന്. ആ പൈസ കൊണ്ട് ബിസിനസ് അവിടെ വർക്ക് ചെയ്യുന്നു, എന്നിട്ട് ലാഭം കിട്ടുന്നു, നഷ്ടം കിട്ടുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ലാഭമാണെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് എനിക്ക് ഓരോ വർഷം ഇങ്ങോട്ട് തരുന്നു. ഓക്കെ, അപ്പോൾ 2 വ്യക്തികളും സെപ്പറേറ്റഡ് ആണ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അങ്ങനെ സെപ്പറേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ടുള്ള ഓരോ രൂപയും വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ദി ലോൺ ഗിവൺ ബൈ ദി ഓണർ ടു ദി ബിസിനസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ കാണണം. നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ടുള്ള വ്യക്തി ബിസിനസ്സിന് വേണ്ടിയിട്ട് കണക്ക് ചെയ്യുന്നു എന്നാണ് കരുതുക. ബിസിനസ്സിന് വേണ്ടി കണക്ക് ചെയ്യുമ്പോൾ ഓണറിൽ നിന്ന് കിട്ടിയ പൈസ നമ്മൾ അദ്ദേഹം തന്നിട്ടുള്ള പൈസ എന്നുള്ള രൂപത്തിൽ ലാബിലിറ്റി ആയിട്ടാണ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ക്യാപിറ്റൽ എന്നുള്ള പേരിൽ ഒരു ലാബിലിറ്റി ഐറ്റം ആയിട്ടാണ് കാണിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ബിസിനസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓണർ. ദർ ഹാവ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ ടു ദി ബിസിനസ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഹാവിങ് സംതിങ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പൈസയെ ക്യാപിറ്റലായിട്ട്, അല്ലെങ്കിൽ അതൊരു ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കാൻ കാരണം. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, സംതിങ് ഹാവിങ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഈ ഒരു വേർഡ് ഓർമ്മിച്ച് വെക്കണം. 1 വേർഡ് ആയിട്ടും ചിലപ്പോൾ ചോദിക്കാം. ക്ലിയർ? ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുക. രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ എന്താ? ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ട് പോവുകയാണെങ്കിൽ അത് ഒരിക്കൽ പോലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സുമായിട്ട് ലിക്വിഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും പെട്ടെന്ന് തന്നെ ആലോചിക്കില്ല. ഓക്കെ,
നമ്മൾ അതിന് പകരം ഒരു ജനുവരി മുതൽ ഒരു ഡിസംബർ വരെയുള്ള എല്ലാ ഡീലിങ്സുകളും എഴുതി വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ഈ ഡീലിങ്സിന്റെ ലാഭനഷ്ട കണക്കുകൾ കണ്ടെത്തുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഡീലിങ്സ് എടുത്തു വെച്ചിട്ട് ലാഭനഷ്ട കണക്കുകൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റും ഒരു എൻഡിങ് ഡേറ്റും ഉണ്ടാവും ബിസിനസ്സിന്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ജനുവരി 1 തീയതി മുതൽ നമ്മൾ ട്രാൻസാക്ഷൻ എഴുതി വെക്കാൻ തുടങ്ങുന്നു. ആ ജനുവരി 1 നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയും. ഇനി അത് ക്ലോസ് ചെയ്യുന്നത്, ആ എഴുതി വെക്കുന്ന സംഗതി സ്റ്റോപ്പ് ചെയ്യുന്നത് ഡിസംബർ 31 അതിന് നമ്മൾ ക്ലോസിംഗ് ഡേറ്റ്, എൻഡിങ് ഡേറ്റ് എന്ന് പറയും. ഇത്രയും ഉള്ള ട്രാൻസാക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ലാഭനഷ്ട കണക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ നോട്ട്, വാട്ട് ഈസ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് അവർ പെർട്ടിക്കുലർ ബിസിനസ്, ഇതൊക്കെ നമ്മൾ കണ്ടെത്തുക ഈ ഒരു സംഗതിനെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന് ഒരിക്കലും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നുമില്ല. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഓൺലി ദി അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് വിച്ച് വിൽ ക്ലോസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ടു ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അക്കൗണ്ട്സ് ആണ് ഓപ്പൺ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഓൺലി ദി ബിസിനസ് ഈസ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഒരു പോയിന്റ് എഴുതിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് സെപ്പറേറ്റ് മിനിമം ഈ ഒരു സംഗതിയെങ്കിലും എഴുതി വെക്കണം. രണ്ടാമത്തെ പോയിന്റ് എഴുതുക, മിനിമം ഇത്രയെങ്കിലും ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി ഒരുപാട് പഠിക്കാനുള്ള നേരം നമുക്കില്ല, അതുകൊണ്ട് ഇത്രയെങ്കിലും ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ? കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. മണി മെഷർമെന്റ് എന്ന് പറയും. മണി മെഷർമെന്റ്, പണം കൊണ്ട് അളക്കാൻ പറ്റുന്നത്. നമ്മുടെ ബിസിനസ് ഡീലിങ്സ് എല്ലാം പണത്തിന്റെ രൂപത്തിലാണ് സംസാരിക്കുക സാധാരണ. 50 രൂപയ്ക്ക് വിറ്റു, 5000 രൂപയ്ക്ക് വാങ്ങിച്ചു, 100 രൂപയുടെ റിട്ടേൺ ആയി, 50 രൂപ സാലറി കൊടുത്തു. ഈ പൈസ പറയുമ്പോൾ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യണ്ട, കാരണം 50 രൂപ സാലറി ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ചിന്തിക്കണ്ട. നമ്മളിവിടെ നിങ്ങൾ പറയുന്ന കോൺസെപ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മണി മെഷർമെന്റ് എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല സംഗതി, transactions involving money or money's worth will be recorded in the books of accounts. ഞാൻ 50 രൂപയുടെ വിറ്റു, ആ 50 രൂപ എന്നുള്ള സംഗതി ആ സെയിൽസിൽ ഉണ്ടാവണം, നിർബന്ധമാണ്. ഓൺലി സച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ബിസിനസ്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ ബുക്കിൽ എഴുതി വെക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അല്ലാത്ത ട്രാൻസാക്ഷൻസ് ഒരുപാടുണ്ടാവും, വാല്യബിൾ ആയിട്ടുള്ള ഒരുപാട് സംഗതി ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് മോണിറ്ററി വാല്യൂവിൽ അളക്കാൻ പറ്റില്ല. അത്തരം ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അത്തരം സംഗതികളൊന്നും നമ്മൾ ഇതിൽ എക്സ്പ്രസ് ചെയ്യില്ല, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു സ്ഥാപനത്തിന്റെ എംപ്ലോയി വളരെ വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്ന വ്യക്തിയാണ്. പക്ഷെ ആ ഒരു എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനെ നമുക്ക് മോണിറ്ററി വാല്യൂവിൽ അളക്കാൻ പറ്റുമോ? പക്ഷെ അവരുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്, ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ വിച്ച് cannot be expressed in terms of money, so it is not recorded in the books of account. That is the concept of money measurement. ഓക്കെ, അപ്പൊ ഇതിനെയാണ് മണി മെഷർമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്ര എഴുതിയെടുക്കുക. ഇതാണ് മൂന്നാമത്തെ കോൺസെപ്റ്റ്. ഇനി നമുക്ക് നാലാമത്തെ കോൺസെപ്റ്റിലേക്ക് പോകാം. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയും. ഞാനിപ്പോൾ മണി മെഷർമെന്റ് എന്നുള്ളൊരു സംഗതി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നിലത്തെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തൊരു കാര്യമാണ് അക്കൗണ്ടിങ് പീരീഡ്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. പീരീഡ് ഓഫ് ഇന്റർവെൽ വിച്ച് ദി അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള സമയപരിധിക്കുള്ളിലുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെ അതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ്, ഒരു സാമ്പത്തിക വർഷമാണ്. അല്ലെങ്കിൽ ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെ. ഇത്രയും സമയത്തിനുള്ളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എടുത്തതിന് ശേഷമാണ് നമ്മൾ ലാഭനഷ്ട കണക്കുകൾ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാലയളവിനെ, ഈ ഒരു ഇന്റർവെൽ, ടൈം ഓഫ് ഇന്റർവെലിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അല്ലേ, നമുക്ക് ഒരു നിന്നിട്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണം, ഒരു ലുക്ക് ഇൻ ടു ബാക്ക് നോക്കണം. അതെന്തിനാ? ബിസിനസിന്റെ ഇതുവരെയുള്ള പെർഫോമൻസ് എങ്ങനെയാണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇതുവരെ എവിടം മുതൽ എവിടം വരെയുള്ള പെർഫോമൻസ് എന്ന് നമ്മൾ അറിയണമല്ലോ. ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ,
അപ്പോൾ സാമ്പത്തിക വർഷം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ജനുവരി ടു ഡിസംബർ ആയിരിക്കും സാധാരണഗതിയിൽ സാമ്പത്തിക വർഷം. അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ അത് ഏപ്രിൽ ടു മാർച്ച് ആയിരിക്കും. ഓക്കെ, ഏപ്രിലാണ് ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് മാർച്ച് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വർഷത്തെ മാർച്ചിലേക്കാണ് എത്തുക. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വർഷം തന്നെ ഡിസംബർ 31 അത് എത്തും. ഇങ്ങനെ ഈ അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ ലാഭനഷ്ട സാമ്പത്തിക സ്ഥിതിയൊക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ റിസൾട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് യൂസേഴ്സിന് കൊടുക്കുക. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് 4ാമത്തെ പോയിന്റ്. ഇനി നമുക്ക് 5ാമത്തെ പോയിന്റിലേക്ക് പോകാം. ഓക്കെ,